കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വ്യാപാരത്തിൻ്റെ വ്യവസായത്തിൻ്റെ പുതിയ സാധ്യതകളെക്കുറിച്ചാണ്. ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളൊക്കെ വളരുന്നു. വ്യാപാര ലോകത്ത് പഴയ കാലമെല്ലാം മാറി പുതിയ കച്ചവട തന്ത്രങ്ങൾ വരുന്നു. പുതിയ മേഖലകളിലേക്ക് ആളുകൾ പോകുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ സംരംഭകരായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ പലപ്പോഴും പലരും അറച്ച് നിൽക്കാറുണ്ട്. ഭയമാണ് പലർക്കും. പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങുമ്പോൾ എന്താകും, എങ്ങനെയാകും, എങ്ങോട്ട് പോകും, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളാണ് ഓരോ പുതുതായി ഈ രംഗത്തേക്ക് വരുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അവർക്കെല്ലാം പല ആശങ്കകളാണ്. അതുകൊണ്ട് തന്നെയാണ് നേർരേഖ ഇത്തരമൊരു വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. എങ്ങനെ ഒരു നല്ല സംരംഭകരാകാം, ഈ രംഗത്ത് വിജയം കൈവരിച്ച ആളുകളോടൊപ്പം നമ്മൾ ഒന്ന് സഞ്ചരിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് 3 പേരാണ് പങ്കെടുക്കുന്നത്. ഒന്ന് വ്യവസായ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറും ജോയിൻറ്റ് ഡയറക്ടറും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ജനറൽ മാനേജറുമായ AS ഷിറാസാണ്. വേറൊരാൾ ഞങ്ങൾ വിളിക്കുന്ന ഒമേഗ ബഷീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സൗഹൃദ സർക്കിളുകളൊക്കെ വിളിക്കുന്നത്. മുക്കാടത്തിൽ ബഷീർ, അദ്ദേഹം ചെയർമാൻ, ഒമേഗ ആൻഡ് സിഗ്മ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. പിന്നൊരാളത് നരോത്ത് രഞ്ജിത്താണ്. അദ്ദേഹം ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി ചൈനയിലാണ്. ചൈനയിലെ സോങ്ഷാൻ എന്ന പ്രദേശത്ത് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും അവിടെ നിന്നുള്ള സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. ഷിറാസ് സർ, നമ്മൾ ഈ സാധാരണ മലയാളികൾക്ക് പുതിയ വ്യവസായ ലോകത്തേക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കടന്നു വരാനൊരു ഭയമാണ്. ആളുകളെല്ലാം ഇവിടുത്തെ കച്ചവടം കൂട്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി കച്ചവടം ചെയ്യുകയാണ്. ഇപ്പോൾ ദുബായിലൊക്കെ ഇവിടുന്ന് എനിക്ക് തന്നെ അറിയുന്ന സുഹൃത്തുക്കൾ പലരും ഇവിടെ പണി നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നു, ദുബായിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ, ഇപ്പം പ്രധാനമായിട്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടുകാർക്ക് ഇവിടെ വ്യാപാരം തുടങ്ങാൻ ആശങ്ക ഉണ്ടാകുന്നത്? ആക്ച്വലി അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ അല്ല, വളരെ മാറി. അത് ഇന്ത്യയിലും മാറി, പ്രത്യേകിച്ച് കേരളത്തിലും മാറി. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന നമ്മൾ ഭാരതീയൻ എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ വിപ്ലവമൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് ഏതാണ്ട് അവസാന കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യം ഭാരതീയർ കർഷകരായിരുന്നു. പിന്നെ വിവിധ സെക്ടേറിയൻ കരകൗശല പിന്നെ കുലത്തൊഴിലുകളിൽ വന്നിരുന്നവരായിരുന്നു. അപ്പോൾ വ്യവസായവുമായി, പക്ഷേ പല സംസ്ഥാനങ്ങളിലും വളരെ ഒരു മുന്നോക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ വളരെ മാറി. ഈ ഇന്ത്യ ലോകത്താണ് നിൽക്കുന്നത്, അല്ലാതെ ഇന്ത്യക്കകത്ത് നിൽക്കുകയല്ല. അപ്പോൾ ഇന്ത്യ ലോകത്ത് വളരെ മുൻപന്തി നിൽക്കുകയാണ്. അപ്പോൾ 1980-70 കാലഘട്ടങ്ങളിലൊക്കെ ഈ വ്യവസായത്തിൻ്റെ ഒരു മുന്നോക്കം ലോകത്ത് ഇന്ത്യ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വന്നിപ്പോൾ കേരളം നോക്കുമ്പോൾ ഇച്ചിരി ബാക്കിലോട്ട് വന്നെങ്കിലും കേരളവും പൂർണ്ണമായി മാറിയൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വ്യാപാരം എന്ന് പറയുമ്പോൾ, വ്യവസായം അതിനോടൊപ്പം വ്യാപാരം ഉണ്ടല്ലോ. വ്യാപാരം എന്ന് പറയുമ്പോൾ അത് കയറ്റുമതിയും ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കയറ്റുമതി കുറഞ്ഞൊരു രാജ്യമായിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യ മാക്സിമം കയറ്റുമതി ചെയ്യുന്ന മെക്കിൻ ഇന്ത്യയും മെക്കിൻ കേരളയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും മാക്സിമം കയറ്റുമതി ചെയ്യുക എന്നുള്ള ഒറ്റ സ്ലോഗനാണ് ഇന്ത്യക്കുള്ളത്, കേരളത്തിനുള്ളത്. ഇപ്പോൾ പിന്നെ എക്സ്പോർട്ട് കൊണ്ട് മാത്രമേ നമ്മുടെ പ്രൊഡക്ഷൻ ഇതിനകത്ത് മാത്രം നിന്നിട്ട് കാര്യമില്ല. മാക്സിമം ലോക കമ്പോളത്തിൽ എത്തിക്കുക എന്നുള്ളത് 90 കാലഘട്ടത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇറക്കുമതിയെ നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇറക്കുമതി പരമാവധി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ശ്രീ ബഷീർ, താങ്കൾ ഏതാണ്ട് 4 പതിറ്റാണ്ടായി വ്യാപാര രംഗത്ത്. താങ്കളുടെ ഈ 4 പതിറ്റാണ്ട് കാലത്തെ വ്യാപാര അനുഭവം വെച്ചിട്ട് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? എന്താണ് നമ്മുടെ ഒരു അവസ്ഥ? ഞാൻ ആക്ച്വലി പ്രീ ഡിഗ്രി കഴിഞ്ഞ് 1980 എൻ്റെ ബ്രദറിലോൻ്റെ കൂടെ ഇലക്ട്രിക്കൽ വ്യാപാര രംഗത്ത് തലശ്ശേരിയിലായിരുന്നു തുടക്കം. YM ഇലക്ട്രിക്കൽസ് വളരെ പ്രശസ്തമായ സ്ഥാപനം. അദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. 1987 മാഹിയിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. അത് കോഴിക്കോട്, മലപ്പുറം, അങ്ങനെയൊക്കെ പല മേഖലകളിലും ഇലക്ട്രിക്കൽ റീറ്റെയിൽ, ഹോൾസെയിൽ, ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിലൊക്കെ ഉണ്ടാവുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അനുഭവങ്ങളുണ്ട്. അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ലൈറ്റിംഗ് ഫീൽഡും മറ്റുമൊക്കെ
ഒക്കെ ഇമ്പോർട്ട് സാധനങ്ങൾ നമ്മളെ ഇടയിലേക്ക് വരുന്ന ഒരു 90-ന് ശേഷമൊക്കെ ഇമ്പോർട്ടും അങ്ങനത്തെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾക്കൊക്കെയുള്ള വിപണിയായി മാറുകയും ആവശ്യക്കാർ അറിയുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ധാരാളം കമ്പനികളുടെയൊക്കെ പല സൗജന്യ ടൂറുകളിലും മറ്റതൊക്കെ പോയിട്ട് അങ്ങനെ ഒരിക്കലും ചൈനയിൽ പോകാൻ 2004 ഒരവസരം ഉണ്ടായി. ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയോടുള്ള ചൈനയുടെ എല്ലാ ഭാഗത്തും പോയി. അവിടെ ചെന്ന് പല കമ്പനികളിലും പല ഫാക്ടറികളിലും അന്ന് പോയപ്പോൾ 2004 ആ കാലഘട്ടം, LED ഒക്കെ വരുന്ന കാലഘട്ടം, അല്ല അതിൻ്റെ തൊട്ട് മുന്നത്തെ കാലഘട്ടമായിരുന്നു. അപ്പോൾ പല കമ്പനികളിലും ഫാക്ടറിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയുന്നില്ല, ഏത് ഫാക്ടറി ചെന്നാലും ഇവിടുത്തെ പല സാധനങ്ങൾ നമുക്ക് അവിടെ അടുക്കി വെച്ചത് കാണാം. അപ്പോൾ നമ്മളും ചിന്തിച്ചു പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്കും ചെയ്തുകൂടെ എന്ന്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ഇവിയോം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടാക്കി ഞങ്ങൾ ആ സമയത്ത് പിന്നെ മുത്തുവായിട്ടൊക്കെ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒക്കെ കുറേ സഹായവും അവിടെ നിന്നുള്ള നമുക്കവിടെ ലോക്കൽ ലാംഗ്വേജൊക്കെ അന്ന് ഈ 2000 തുടക്കത്തിലൊക്കെ ചൈനയിലൊക്കെ ശരിക്കും പറയുമ്പോൾ ചൈനീസ് അല്ലാതെ ഒരു ലാംഗ്വേജും നമ്പേഴ്സ് പോലും നമ്മൾ 1, 2, 1, 2, 3 എന്ന് പോലും പറഞ്ഞാൽ അറിയാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഇവരെ പോലത്തെ ഇൻ്റർപ്രിറ്റേഴ്സും ചൈനീസ് ഭാഷ അറിയുന്നതൊക്കെ കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് അങ്ങനത്തെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരെ അന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കുറച്ച് ബ്രാൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ കേരളത്തിലും ഒക്കെ മാർക്കറ്റ് ചെയ്യും. അത് ഇങ്ങനെ ചെയ്യും, വിപണിയിൽ സജീവമാകുകയും ചെയ്യും. നമുക്ക് തിരിച്ചു വരാം. ശ്രീ രഞ്ജിത്ത്, എന്തുണ്ട് വിശേഷം? ഒരു ചൈനക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്താണ് 20 വർഷം മുമ്പ് എങ്ങനെ ചൈനയിൽ എത്തി എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാലോ ആദ്യം? തീർച്ചയായിട്ടും. ഞാൻ രഞ്ജിത്ത് എന്നാണ് എൻ്റെ പേരെങ്കിലും എന്നെ മുത്തു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും മുത്തു എന്നാണ്. ഈവൻ ചൈനയിൽ പോലും എന്നെ മുത്തു എന്നാണ് അറിയപ്പെടുന്നത്. മുത്തു ശരിക്കും തലശ്ശേരിക്കാരനാണ്. ഞാൻ തലശ്ശേരിക്കാരനാണ്. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ്. ഞാൻ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തി. പല വിധത്തിലും ഇവിടുത്തെ ഒരു സാഹചര്യം അറിയാലോ നിങ്ങൾക്ക്. അങ്ങനെ നടത്തി. അപ്പം ആ സമയത്താണ് ഞാൻ ദുബായിലേക്ക് വന്നത്. അപ്പോൾ ജോലി അന്വേഷിച്ച് ദുബായിലേക്ക് പോയി. ദുബായിൽ കുറേ കറങ്ങി തിരിഞ്ഞെല്ലാം വന്നിട്ട് നമുക്ക് ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ 1 വർഷത്തോളം അങ്ങനെ പോയി. പിന്നെ വന്നപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യുന്നൊരു ഈ ദുബായി പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യുന്നൊരു കൺട്രിയിലേക്ക് പോകണം. എന്നാലും മാത്രമേ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അവിടെയുള്ളൂ. ഞാൻ ദുബായിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരാളെ കീഴിൽ പണിയെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ സ്വന്തമായിട്ട് നമ്മളതായിട്ട് ഒരു ഇത് എടുക്കണമെങ്കിൽ നമ്മളൊരു ഡെവലപ്പ് ചെയ്യുന്നൊരു കൺട്രിയിൽ പോകണം എന്നുള്ളൊരു അങ്ങനെ അന്വേഷിച്ച സമയത്ത് ചൈന ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഭൂമി ചെയ്തത് ഭയങ്കരം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മൊത്തം ഇന്ത്യക്കാർ മൊത്തം ചൈനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടി. അങ്ങനെ അപ്പം ഞാനങ്ങനെ അപ്പം ചൈനയിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോകും അങ്ങനെ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അവിടെ ആ സമയത്ത് ഷെൻജൻ, ഗോൺസോ എന്നെല്ലാം പറയുന്ന സിറ്റി ആയിരുന്നു വലുത്. ആൾക്കാർക്ക് അറിയുന്ന സ്ഥലം അതായിരുന്നു. പക്ഷെ അവിടെ പോയാലും നമുക്ക് അതിനുള്ള സാധ്യത വളരെ കുറേ. സമയത്ത് ഞാൻ അന്വേഷിച്ച സമയത്ത് ലൈറ്റിങ്ങിന് വലിയൊരു മാർക്കറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു മാർക്കറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ എന്നുള്ള ഇതിൽ അങ്ങനെ ഇവിടുന്ന് നേരെ വണ്ടി കയറി നേരെ ഹോങ്കോങ്ങിലിറങ്ങി. ഹോങ്കോങ്ങിൽ നിന്ന് നേരെ ഒറ്റക്കാണ്, സഹായിയായിട്ട് ആരും. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അവനൊരു ഇൻവിറ്റേഷൻ അയച്ചതിൻ്റെ ആ ഒരു ബേസിലാണ് ഇവിടുന്ന് വിസ റെഡിയാക്കി. അപ്പോൾ ഇവിടുന്ന് ആ സമയത്ത് നമുക്കൊരു ചോദിക്കുന്ന വിസ തരും. 3 മാസം 6 മാസം എന്നുള്ള ലെവൽ. ഒരു 6 മാസത്തെ വിസ എടുക്കാം എന്നുള്ള ലെവലിൽ 6 മാസത്തെ വിസ അടിച്ചു. ഞാൻ അവിടെ ഹോങ്കോങ്ങിൽ ഇറങ്ങി. ഹോങ്കോങ്ങിൽ നിന്ന് നേരെ ഈ സ്ഥലത്തേക്ക് വന്നു. എന്നാൽ ഈ സുങ്ഷാൻ ഗുജൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ ഒരു ലൈറ്റ് ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്തിന് എനിക്ക് കാണാം അവിടെ ഇന്ത്യക്കാരെ കൊണ്ട് നടക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിരുന്നോ ഫ്ലൈറ്റ്? അല്ല, ഫ്ലൈറ്റിൽ ഹോങ്കോങ് പോകണമായിരുന്നു. ഹോങ്കോങ്ങിൽ പോയിട്ട് ആ സമയത്ത് ശ്രീലങ്ക പോയി, ശ്രീലങ്ക ടു ഹോങ്കോങ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ചൈനക്കാരെ ഇന്ത്യക്കാരുടെ ഒരു വലിയൊരു സമ്മേളനം എന്ന് തന്നെയാണ് അവിടെ നടക്കുന്നത്. ആളുകൾ അങ്ങോട്ട് ഡൽഹി, ബോംബെ എന്നെല്ലാം പറഞ്ഞ മാതിരിയുള്ള ഒരു അവസ്ഥയാണ്. യെസ്, തിരിച്ചു വരാം. ശ്രീ സിറാസ്, ഈ അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യക്കാർ ചൈനയിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്ന സ്ഥലം ചൈനയാണ്. എന്നാൽ അതിപ്പോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ്. കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കർക്കശമായ നിലപാടിലേക്ക് സംവിധാനങ്ങൾ പോകുന്നത്? ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് നമുക്ക് ഈ വേൾഡ് മാർക്കറ്റിങ്ങിൽ അവർ എപ്പോഴും നമ്പർ 1 ആണ്. പക്ഷേ ഇന്ത്യ അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തും. ഇനി ആ റെസ്ട്രിക്ഷൻ നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാണ്? നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടിയാണ്. അല്ലാതെ ചൈനയ്ക്ക് ചൈനയുടെ പ്രൊഡക്റ്റ് ലോകത്ത് എവിടെയും വിൽക്കാം, ഇന്ത്യക്കും വിൽക്കാം. അപ്പോൾ ഇന്ത്യയിൽ ആ റെസ്ട്രിക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് മുന്നോട്ട് എത്താൻ തന്നെയാണ്. അപ്പോൾ ചൈന
ഈവൻ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയാൻ നിന്നാൽ ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15 ജനുവരി 26 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാഷണൽ ഫ്ലാഗ് ഇവിടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതും ചൈനയാണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ബിസിനസ്സിലേക്ക് വരെ അവിടെ എത്തി. അപ്പോൾ അവർക്ക് വ്യാപാരമാണ് മുഖ്യം. നമ്മളെ സംബന്ധിച്ച് എത്തിക്കൽ ബിസിനസ്സാണ് ഇന്ത്യ എന്നും നടത്തിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അത് മേക്ക് ഇൻ ഇന്ത്യ എന്ന തരത്തിൽ അവർക്ക് എത്തിക്സ് ഇല്ല എന്നാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇത്തരം ഒരു പിന്നെ ബിസിനസ് ഒരു എത്തിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇന്ത്യ എന്നും ഒരു മാതൃകയായിരുന്നു വേൾഡ്. പക്ഷേ അത് മാത്രം സ്ട്രാറ്റജീസ് ഒരുപാട് വേണം. ആ സ്ട്രാറ്റജിയിലേക്ക് മാറി ഞങ്ങൾ. ഇന്ത്യ മാറി, കേരളവും മാറി, എല്ലാ സംസ്ഥാനങ്ങളും മാറി. കേരളം ഏറ്റവും അവസാനം എന്നൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിൽ പോലും നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും ഓപ്പണാണ്. ഒരാൾ ഒരു സംരംഭം തുടങ്ങണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ, ഒരു ഐഡിയ ഇട്ടാൽ വിത്തിൻ 10 സെക്കൻഡ് അവർക്ക് കേസിറ്റ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് കിട്ടുക. 3 വർഷത്തിനകം റെഗുലറായിട്ട് ഈ സർട്ടിഫിക്കേഷൻസ് എടുത്താൽ മതി. പ്രൂഡന്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാം. അത്ര എളുപ്പത്തിൽ വ്യാപാരം തുടങ്ങാം. ശ്രീ മുത്തു തന്നെ വിളിക്കാം അല്ലേ? മുത്തു, അവിടെ ആ ചെന്നിറങ്ങിയ ആ കാലഘട്ടത്തിൽ നിന്ന് അന്നുണ്ടായിരുന്ന ഇങ്ങോട്ടേക്ക് സാധനങ്ങളുടെ ഒഴുക്ക് അതേ അവസ്ഥയിൽ ഇന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ സമയത്ത് ചെയ്ത ആ ഒരു ബിസിനസ്സിൻ്റെ ഏകദേശം ഒരു 20 to 30% മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ ഇന്ത്യയിൽ. ചൈന മാർക്കറ്റിലേക്കുള്ള ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ചൈനയിൽ നിന്നുള്ള വരവ് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ? ആ കാലം ഒന്നിപ്പം ഇന്ത്യയുടെ ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ പുതിയ സെൻട്രൽ ഗവൺമെന്റിന്റെ ചില പോളിസികൾ ഇമ്പോർട്ടിങ്ങിന് ഭയങ്കര റെസ്ട്രിക്ഷൻ. മുന്നേ ഫുൾ ഫിറ്റിംഗ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഷോറൂം, ഇവിടെ ഒരു ഷോറൂം ഉള്ള ആൾക്കാർക്ക് ഇവർ നേരെ ഒരു 5-10 ആൾ കൂടിയിട്ട് നേരെ ചൈനയിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ ഓരോ ആളും 5 പീസ് 10 പീസ് 15 പീസിലായിട്ട് സാധനങ്ങൾ എടുത്ത് ഇവിടത്തേക്ക് വരാം. ഇപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റം നിന്ന് ഇപ്പം ഉണ്ടെങ്കിൽ അത്രയും വലിയ വലിയ ആൾക്കാർ അവർ സ്പെയർ പാർട്സ് മാത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്തിട്ട് അങ്ങനെ മാർക്കറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഇറങ്ങുന്ന പല ബ്രാൻഡുകളും അവിടെയാണ് നിർമ്മിക്കുന്നത്. അതിന്റെ പാർട്സ് എല്ലാം അവിടെയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നും അങ്ങനെ തന്നെയാണോ? സ്പെയർ പാർട്സ് എന്തായാലും ചൈന തന്നെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യയിലേക്ക് ആ ഒരു ലെവലിലേക്ക് ഇന്ത്യ എത്തിയിട്ടില്ല. സോ ഞാനിപ്പം വന്ന സമയത്ത് അറിഞ്ഞത് ഇപ്പം ഡൽഹി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ UP ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഫാക്ടറികൾ വന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അതിലിപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തതെന്ന് വെച്ചാൽ ചൈനക്കാർക്ക് അവർ വിസ കൊടുക്കുന്നില്ല, അവർക്കൊരു സ്ഥാപനം തുടങ്ങാൻ ഇവിടെ അനുവദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ വേറെ തലങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ടും രാജ്യത്തിൻ്റെ ചില പൊതു പോളിസിയുടെ ഭാഗമൊക്കെ ആയിട്ട് ആയിരിക്കാം. എന്നാൽ നമുക്ക് ചില സ്പെയർ പാർട്സ് ചില കോമ്പണൻറ്റ് വേണമെങ്കിൽ അത് ചൈനനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യയിൽ അതിനുള്ള ഒരു ഇത് ആയിട്ടില്ല. ഒന്നുമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇതായിട്ടില്ല. റോഡുകൾ വേണം. ചൈനയിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും റോഡാണ്. മേലേക്ക് കൂട്ടിയ റോഡാണ്, താഴേക്ക് കൂടിയ റോഡാണ്. അപ്പുറത്ത് അങ്ങനെ ആ ഒരു ഇതാണ്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കണം, ഇന്നേ സ്ഥലത്താണ് അത് ആ സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് കാർ എടുത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി സാധനം വാങ്ങിച്ച് തിരിച്ചു വരാം. അവിടെ മിനിമം വേഗത എത്രയാണ് നിങ്ങളുടെ വാഹനങ്ങൾക്കൊക്കെ? ഇപ്പം വാഹനങ്ങൾ 100 കിലോമീറ്ററിലേക്ക് കുറച്ചു. മിനിമം വേഗത മാക്സിമം 120 ആയിരുന്നു, അത് 100ലേക്ക് അവർ കുറച്ചു. ബഷീർ, നമ്മൾ ഈ ചൈന പ്രൊഡക്റ്റിനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണെന്നറിയോ? അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളതൊക്കെ. ആ സമയം മറ്റ് ചില രാജ്യങ്ങളുടെ പ്രൊഡക്റ്റുകൾക്കൊക്കെ വലിയ ക്വാളിറ്റി ഉണ്ട്. ചൈനയുടെ പ്രൊഡക്റ്റ് എപ്പോഴും അത് ചൈന സാധനമാണെന്ന് പറയുന്ന ഒരു പൊതുബോധം നമുക്കുണ്ടായിരുന്നു. അതേക്കുറിച്ച് അത് തീർച്ചയായിട്ടും ഒരു തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞു വരുന്ന ജർമ്മൻ സാധനങ്ങൾ പോലും 90% ചൈനയിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് അവിടുന്ന് ജർമ്മനി പോയിട്ട് അവരുടെ സീൽ വെച്ച് വരുന്നതാണ്. ക്വാളിറ്റി ഞാൻ അവിടെ ചൈനയായിട്ട് ഇത്രയും കാലം ബിസിനസ്സിൽ ചെയ്തപ്പോഴും പോയപ്പോഴൊക്കെ മനസ്സിലായത്, ബയേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെയുള്ള ബയേഴ്സ്, അവർക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും. ആ രീതിയിൽ അവർ ക്വാളിറ്റി താഴോട്ട് കൊണ്ടുപോയി എന്നല്ലാതെ ചൈനീസ് പ്രൊഡക്റ്റ് ഇപ്പോൾ ചൈനയിൽ ഒരു സാധാരണ ഒരു ചൈനീസ് നാഷണൽ ഉപയോഗിക്കുന്ന ഒരു ടീഷർട്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 10,000-ൻ്റെ 20,000 ഇന്ത്യൻ റുപ്പീസ് കോസ്റ്റുള്ള ഷർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് ചൈനയിൽ നിന്ന് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലേക്കും ഏഷ്യയിലേക്കൊക്കെ വരുന്ന പല കൺട്രിയിലേക്കും വരുന്നത് വളരെ തുച്ഛമായ പ്രൈസിനുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ അവർക്ക് കോമ്പറ്റ് ചെയ്യാനും പറ്റണം, കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം, ഈ ചിലവൊക്കെ കവർ ചെയ്ത് കിട്ടണം എന്നുള്ള രീതിയിലാണ്. ചൈന ഒരു ക്വാളിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കുറച്ച് കാണാനൊന്നും പറ്റില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റെന്തിനെ പറ്റി എന്ത് വിമർശനം ഉണ്ടായാലും ചൈനീസ് ക്വാളിറ്റി ഈസ് ക്വാളിറ്റി. പക്ഷേ അവർ നോക്കുന്നത് ലോക മാർക്കറ്റിനെയാണ്. ആർക്കെന്ത് വേണം,
ഇന്ത്യക്ക് എന്ത് വേണം, യൂറോപ്പിന് എന്ത് വേണം, അമേരിക്കക്ക് എന്ത് വേണം എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റിയും അതിനുള്ള ഒരു ലോകത്തെ ലോക മാർക്കറ്റാണ് ലോക അതന്നെ. ഷിറാസ്, ഈ ചൈനയ്ക്ക് ഒരു ലോക മാർക്കറ്റ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഓരോ ഉൽപ്പന്നങ്ങളുടെയും പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ചൈനീസ് പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരവും പറഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റുകൾക്ക് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് തന്നെ ഇപ്പോൾ കൺസൈൻമെൻ്റ് ആണ്. നമ്മളുടെ ക്വാളിറ്റിയിൽ നമ്മളുടെ സ്പെസിഫിക്കേഷനിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ ലോകത്ത് ഏത് രാജ്യത്തിനും പറ്റും. ചൈന വളരെ മുന്നേ പോയി. ഇവിടെ പറഞ്ഞല്ലോ ചൈന ലോക മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്നു. മലയാളിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡൽഹിക്ക് കാരന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കൊറിയൻകാരന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ശ്രീലങ്കക്കാരന് വേണ്ടത് എന്താണെന്ന് അയാൾക്കറിയാം. അങ്ങനെയാണ് അയാൾ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രോഡക്റ്റ് അവരവരുടെ ക്വാളിറ്റി തന്നെയാണ് ചൈന നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യക്ക് എപ്പോഴെങ്കിലും വരാൻ സാധിക്കും? ആളുകൾ ഇവിടെ വന്ന് ഈ മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പം വേറെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വളരുമോ എന്നുള്ളതാണ്. വളർന്നിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഉറപ്പായിട്ടും ഇപ്പോൾ UK അല്ലെങ്കിൽ കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ എന്ന് പറയുന്ന കൺട്രിയിലൊക്കെ ഉള്ള പ്രോഡക്റ്റ്സുകൾ നമ്മൾ എൻജോയ് ചെയ്തല്ലേ ഈ പറയുന്ന 90-കൾക്ക് മുമ്പ് നമ്മൾ ഈ പിന്നെ എല്ലാ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഉദ്ദേശിക്കുന്ന സ്പെക്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ സ്പെയർ പാർട്സിനെ കുറിച്ചും മൈന്യൂട്ട് കോമ്പണൻസിനെ കുറിച്ചും പറഞ്ഞു. അതിപ്പോൾ പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഇത് വേൾഡ് മാർക്കറ്റ് വന്ന സ്ഥിതിക്ക് പ്രൊഡക്ഷൻ എവിടെയാണോ ഈസിയസ്റ്റ് ആവുന്നു, കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നു, അവിടേക്ക് പോകും. ആ പ്രൊഡക്ഷൻ വരും. ഇന്ത്യയിലും ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാ പ്രൊഡക്ഷനും ഇന്ത്യയിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ലോക കമ്പനികൾ എടുത്ത് നോക്കൂ, ഇന്ത്യയിൽ വന്ന് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രമല്ല, അത് കുറച്ച് കണ്ടത് നമ്മളെ രാജ്യത്താണ് പ്രൊഡക്ഷൻ. നമ്മൾ അടിസ്ഥാന സൗകര്യം നമുക്ക് ഏറ്റവും വളരെ വലുതാണ്. ഇപ്പോൾ റോഡുകളുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ സമയത്തിൻ്റെ കാര്യം പറഞ്ഞു, സ്പീഡിൻ്റെ കാര്യം പറഞ്ഞു, ഇതെല്ലാം ഇന്ത്യ അവിടേക്ക് കോമ്പീറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ പിന്നോട്ടല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും പിന്നോട്ടല്ല. അങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല അത്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗുജറാത്തിലായിരുന്നു. ഞാനവിടെ മോർബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉദ്ദേശം 1500ഓളം ടൈൽസ് ഫാക്ടറികളുണ്ട് അവിടെ. ഞാൻ ചൈന 1500ഓളം വലിയ വലിയ ഫാക്ടറികൾ, അതായത് ലോകോത്തര നിലവാരമുള്ള ഫാക്ടറികൾ. പക്ഷേ ഞാൻ കണ്ട ദുഃഖകരമായൊരു കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ റോഡുകളോ ഒന്നുമില്ല. കമ്പനികൾ അവരുടെ ഒരു കൺസോർഷ്യം ഉണ്ട്, അവരുടെ ഓണേഴ്സിൻ്റെ ഒക്കെ, അവർ റോഡ് ടാർ ചെയ്തിട്ടും ഒക്കെ ചെയ്യുന്നതല്ലാതെ അവിടുത്തെ ലോക്കൽ ബോഡി ഗവൺമെൻറ്റോ ഒന്നും വേണ്ടത്ര അതിൽ എന്താണെന്നറിയില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട കാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ ഫാക്ടറിയുടെ ഉടമകളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരും പറയുന്ന ഗവൺമെൻറ് സൈഡിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അവർ തന്നെ പൈസ മുടക്കിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നത് ടൈൽസിൻ്റെ ബിസിനസ്സിൽ ലോകത്ത് ചൈന ഒന്നാമതാണെങ്കിൽ രണ്ടാമത് ഇന്ത്യയാണ്. കാരണം അത്രയധികം വലിയ ഫാക്ടറികളും അത്ര നല്ല ക്വാളിറ്റിയും ലോകോത്തര നിലവാരമുള്ള പ്രൊഡക്ട്സും എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൈസ് വൈസ് പോലും ചൈനയെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ ടൈല്. ഇപ്പോൾ എനിക്ക് തന്നെ പിന്നെ സ്വന്തം അനുഭവം പറയാം. ഞാനിപ്പോൾ ഒമാനിലും ദുബായിലൊക്കെ നമ്മൾ ടൈൽസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശം ഒരു 10-30 കണ്ടെയ്നർ നമുക്ക് തന്നെ ഒരു മാസം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം ആയിരക്കണക്കിന് കണ്ടെയ്നർ ഗുജറാത്തിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് എനിക്കറിയുന്ന പല ഫാക്ടറികളും അമേരിക്കയിലേക്ക്, പിന്നെ ഈവൻ വിയറ്റ്നാമിലേക്കൊക്കെ അവർ വിടുന്നുണ്ട്. അപ്പോൾ വിയറ്റ്നാമിലേക്ക് വിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. കാരണം വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു ചൈന, ചൈനയുടെ ഒരു സൈഡ് തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് മാസം 100 കണക്കിന് കണ്ടെയ്നർ വെക്കുന്ന ഫാക്ടറികൾ പോലും നമുക്ക് അറിയുന്നുണ്ട്. യെസ്, ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള ആ ഒരു എക്സ്പോർട്ടിങ് ഇനി എത്ര കാലം നിൽക്കും, എങ്ങനെ പോകും? ഒരു കാലത്ത് ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൈല് വന്നിരുന്നത് തീർച്ചയായിട്ടും ഇന്ന് ആ മാർക്കറ്റുകൾ മൊത്തം മാർക്കറ്റ് നിന്നു. ചൈനയിൽ നിന്ന് ആദ്യ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇലക്ട്രിക്കിനെക്കാട്ടും കൂടുതൽ വന്നത് ഈ ടൈൽസുകൾ, ഫർണിച്ചറുകൾ, അതൊക്കെയായിരുന്നു കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് അത് ഇലക്ട്രിക്കിലേക്കും കൂടി വ്യാപിച്ച് വന്നത്. ഇപ്പം ടൈൽസിന്റെ മാർക്കറ്റ് ഏകദേശം അതൊന്ന് സ്ലോ ആയി മാറി. നമ്മൾ ഇന്ത്യക്കാരൊക്കെ അവിടുന്ന് പാക്ക് ചെയ്തു. മുന്നേ ഞാൻ ആദ്യ കാലങ്ങളിൽ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ഗുജറാത്തിലുള്ള ആൾക്കാർ അവരാണ് ഇതിൻ്റെ സെയിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവരെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. അവരാണ് പ്രൈസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ചൈന മാർക്കറ്റിലെ പ്രൈസ് അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പണ്ട്. പക്ഷെ ഇപ്പം ഈവൺ എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലമായിട്ട് നമ്മൾ ഒരു കണ്ടെയ്നർ പോലും ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടില്ല. മിഡിൽ ഈസ്റ്റിലേക്ക് പോലും നമ്മൾ കയറ്റി വിട്ടില്ല. ഇപ്പം എന്താണ് അവിടെ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾ എന്താണ് കാര്യമായിട്ട്? ഇപ്പം കോമ്പനൻ്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. എല്ലാത്തിൻ്റെയും കോമ്പനൻ്റാണ് വരുന്നത്. ഇപ്പം ലൈറ്റിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാം സ്പെയർ ആയിട്ട് ഇപ്പം ഇവിടെ ഇറക്കുന്ന സമയത്ത് ഇപ്പം BIS അങ്ങനെയുള്ള പല ഇതിനും ഇപ്പം അലൂമിനിയങ്ങൾ ഇപ്പം അതൊന്നും ഇറക്കാൻ വേണ്ടി പറ്റാത്ത ഈ നമ്മളെ ഗ്ലാസ്സുകൾ, ടിൻഡഡ് ഗ്ലാസ്സുകൾ, അതൊക്കെ ആദ്യകാലങ്ങളിൽ വന്നിരുന്നു. അതൊന്നും ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല.
ഫർണിച്ചർ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വുഡൻ ഫർണിച്ചറുകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറ്റാതിരിക്കുന്നതിന്റെ പറ്റാതെ ഇപ്പം ഇവിടെ ഗവൺമെൻറ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാം, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പോളിസി കൊണ്ടുപോകും. അതാണ് കാര്യം. കാരണം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രോഡക്റ്റിനെ കുറിച്ചൊരു അഭിമാനമുണ്ട്. അതൊന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. അത് വേൾഡ് മാർക്കറ്റിൽ ചൈനയേക്കാളും മുകളിൽ തന്നെ കയറി വരും. ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഇന്ത്യയുടെ സ്പെക്കിൽ തന്നെ, ഇന്ത്യയുടെ അഭിമാനത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഷിറാസ്, ഈ പറയുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിവിടെ നിർമ്മിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചൈനയിൽ നിന്ന് ഒരു കാലത്ത് വന്നുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നും നമുക്ക് ആ രീതിയിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നില്ല. കയറ്റുമതി ചെയ്യാൻ മാത്രം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം നടക്കുന്നത് കൂടുതലും ഇപ്പോൾ പറഞ്ഞ പോലെ ഗുജറാത്ത്, അവിടെ ചെന്ന് 1500 ടൈൽസ് ഫാക്ടറി കണ്ടിട്ടാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് കേരളം നമുക്ക് ആ ലെവലിലേക്കൊന്ന് വളരാൻ നമുക്ക് സാധിക്കുന്നു? അത് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തിൻ്റെ ടെറൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെടുത്തും ഭാഷയുടെയും സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ഇത് വന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം തന്നെയാണ് പ്രധാനം. ഇൻഫ്രാസ്ട്രക്ചർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇന്ത്യ മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യ അത് ഒന്നായിട്ട് തന്നെ. കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നാണ്. അല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് നമ്മൾ കേരളത്തിൻ്റെ ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി ഡെൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഏരിയ. ഇത് ലോക ഗ്രീനറി നോക്കിയാൽ നിങ്ങൾ 1, 2, 3 സ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഒരു വലിയ രാജ്യം പോലെ തോന്നും. ഒരു കൊച്ചു രാജ്യമാണ് ഈ കേരളം. ഈ കേരളത്തിൻ്റെ ഒരു മാപ്പിംഗ് നിങ്ങൾ നോക്കിയാൽ ഈ പറയുന്ന ഒരു കെമിക്കൽ ഇൻഡസ്ട്രിക്കോ ഒരു ലെതർ ഇൻഡസ്ട്രിക്കോ ഇവിടെ ഒരിക്കലും സ്കോപ്പില്ല. നമുക്കറിയാം, ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം അല്ലേ. 2000-5000 ഏക്കർ എടുത്തിട്ട് നമുക്കൊരു കെമിക്കൽ ഇൻഡസ്ട്രിയോ ഒരു ലെതർ ഇൻഡസ്ട്രിയോ തുടങ്ങാൻ പറ്റില്ല അല്ലേ. നമുക്ക് പിന്നെ ലാർജ് ഇൻഡസ്ട്രികൾ എത്ര എണ്ണം അവിടെ ഉള്ളത്? 20 അതിനകത്ത് എപ്പോഴും നിലനിൽക്കുന്ന അത്രേ ഉള്ളൂ. പക്ഷേ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളിൽ കേരളം വളരെ മുന്നോട്ടാണ്. അത് ബുദ്ധിപരമായി തന്നെയാണ് കേരളത്തിന്. ഇന്ത്യയുടെ ബുദ്ധിയും ശക്തിയും നമ്മൾ ലോകത്ത് വിറ്റാണല്ലോ നമ്മൾ ഈ ലോകത്തുണ്ടായ എല്ലാ പ്രോഡക്റ്റുകളുടെയും പിന്നിലുള്ളത് ഇന്ത്യക്കാരുടെ ബുദ്ധിയാണ്. അപ്പോൾ പക്ഷേ അതിപ്പോൾ ഇന്ത്യ മൊത്തം തിരിച്ചറിഞ്ഞു. ഇന്ത്യക്കകത്ത് തന്നെ അവർ തിരിച്ചു വരികയാണ്. അവരെല്ലാം ഈ നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി തന്നെയാണ് അവർ ഇൻവോൾവ്. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ലോക ഗ്രീനറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ 10ൽ 4 ഈ പറഞ്ഞ വെള്ളം, 10ൽ 3 പിന്നെ ഫോറസ്റ്റ്, ബാക്കി 10ൽ 3 നമ്മൾ ഈ പറയുന്ന ഈ ആവാസ വ്യവസ്ഥ. 3.5-4 കോടി ജനമുണ്ട്. കുറച്ച് നമ്മുടെ പിന്നെ അന്യദേശത്ത് നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സസ്റ്റൈനബിളായിട്ട് 27 ലക്ഷം സംരംഭങ്ങൾ 27 ലക്ഷം പോകുന്നുണ്ട് ഇതിനിടയിൽ. നമുക്ക് നമ്മളെ മാർക്കറ്റിൽ നമുക്കൊരു ബ്രാൻഡ് എന്ന് പറയാൻ കേരളത്തിൽ നിന്ന് വ്യവസായിക ഭൂപടത്തിൽ പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ലോക നിലവാരത്തിലേക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആഗ്രോ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു പ്രധാന സംഭവം തന്നെയാണ്. കേരളത്തിലും നോക്കിയാൽ ആഗ്രോ ആൻഡ് ഫുഡ് പ്രോസസ്സിങ്ങിന് ഇപ്പോൾ നമ്മളുടെ പിന്നെ സ്പൈസസ്, നമ്മളുടെ പിന്നെ സെറിൽസ്, ഇതിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ. ഇപ്പോൾ മില്ലറ്റ്സ് എന്ന് പറയുന്നത് നല്ല മില്ലറ്റുകളാണ് കേരളത്തിൽ നിന്ന് ഹൈ ക്വാളിറ്റിയിൽ പോകുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്ഡ് ഫുഡ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് നമ്മുടെ മീൽ കഴിക്കാം, ലഞ്ച് കഴിക്കാം. നമ്മുടെ ലഞ്ച് അതുപോലെ ടെട്രാ പാക്കിൽ ഇവിടുന്ന് പോകുന്നുണ്ട്, ലിറ്റർ പാക്കറ്റിൽ. അത് നമ്മൾ ജസ്റ്റ് സം സെക്കൻഡ്സ് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ മീല് ഒരു 1 year 2 year പിന്നെ വാറണ്ടിയിലും ഗ്യാരണ്ടി ചെയ്ത സാധനം ലോക വിപണി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ രംഗത്ത് മുന്നേറുന്നുണ്ട്. നമ്മളെ ഈ ഇന്ത്യയിലേക്ക് ഇപ്പം വരുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ ഈ സംവിധാനങ്ങളൊക്കെയാണ്. പഴയതുപോലെ ആളുകൾ ചൈനയിലേക്ക് പർച്ചേസിന് വരുന്ന ആ ഒരു കൾച്ചർ ഇപ്പം എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. ഏത് ആംഗിളിലാണ് അത് മാറിയിരിക്കുന്നത്? അതിൻ്റെ ഒരു സ്വഭാവം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പണ്ട് ചെറിയ ആ ഒരു 5, 6, 10 ആൾ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ ആക്കിയിട്ട് കൊണ്ടുവന്നു ആ ഒരു സിസ്റ്റങ്ങളെല്ലാം ഇപ്പം ചൈനയിൽ മാറി. 2 അവിടെ ഇപ്പം ഉള്ളത് ഇവിടെയുള്ള വലിയ കമ്പനികൾ, അവർ കോമ്പണൻസ് മാത്രം ചൈനയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. അത്രേ, അതിനപ്പുറത്തേക്കൊന്നില്ല. പിന്നെ അത് വേറൊരു കാര്യം സൂചിപ്പിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെയുള്ള ജനങ്ങൾക്കൊരു ധാരണ ചൈന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നേരത്തെ ബഷീർക്ക പറഞ്ഞ പോലെ അത് തെറ്റായ ഒരു ധാരണ. ജനങ്ങൾ അത് കൂടി ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ബഷീർക്ക പറഞ്ഞത് അത് ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണ. ഞാനെല്ലാം ആദ്യ കാലഘട്ടത്തിൽ ചൈനയിലെത്തിയാൽ കഴിഞ്ഞാൽ അവർക്ക് 2 സ്ഥലമേ അറിയുള്ളൂ ഇന്ത്യയിൽ. ഒന്ന് ബോംബെയും ഒന്ന് ഡൽഹിയും. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ നിങ്ങൾ ഡൽഹിയിൽ നിന്നാണോ ബോംബെ നിന്നാണോ എന്ന് ചോദിക്കാം. അപ്പം ഡൽഹി ആണെങ്കിൽ ഒരു ക്വാളിറ്റിയും ബോംബെ ആണെങ്കിൽ വേറൊരു ക്വാളിറ്റിയാണ്. അതിൽ പ്രൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്.
എങ്ങനെയാണ് ആ ക്വാളിറ്റി ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്? ആ ക്വാളിറ്റി അവർക്കറിയാം. നമ്മൾ നമ്മളെ പ്രൈസിന് സാധനം ഉണ്ടാക്കി തരും. ഇപ്പോൾ ഒരു മൊബൈൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ അവൻ അമേരിക്കയിൽ അയക്കുന്ന പ്രൈസ് അല്ല നമ്മൾക്ക് അയക്കുന്നത്. ഇതിൻ്റെ അതിലുള്ള കോമ്പണൻറ്റ് മാറ്റിയിട്ടുണ്ടാകും. ഇതിനകത്ത് സാധനം കാണാനുള്ളത് സെയിം ആയിരിക്കും. പക്ഷെ നമ്മളാളുകളാണ് അവരെ പഠിപ്പിച്ചത് നമുക്ക് ഈ വിലക്ക് ഈ സാധനം മതി, അത് നിങ്ങൾ ഉപയോഗിച്ചോ. നമ്മളെല്ലാം ആളുകൾ ചൈനയാണ് അത് കളയാൻ പറ്റുന്ന ആളുകൾ തമാശ. ഉദാഹരണത്തിന് നമ്മളെ ആക്സോയിൽ ഉണ്ട്. ആക്സോയിൽ പോലും ഇപ്പോൾ ഡിഫറെൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മിഡിൽ ഈസ്റ്റിലൊക്കെ വിൽക്കുന്നത് വളരെ താണ ക്വാളിറ്റിയാണ്. കാരണം അവിടെ ചെന്നിട്ട് അതുപോലത്തെ ഇത്ര കാശിന് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്, അങ്ങോട്ട് ചോദിക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് പ്രൈസ് ഇത്രയാണ്, ക്യാൻ യു മാനുഫാക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് ഉണ്ടാക്കി തരും ആ പൈസക്ക്. പക്ഷേ നമ്മളാണ് നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ വരുന്നത്. അതൊരു പൊതുവെ ഒരു മലയാളി കാര്യം. നമുക്ക് ഏറ്റവും കോമ്പറ്റ് ചെയ്യണം, എല്ലാവരുമായിട്ട് മത്സരിക്കാം, പരമാവധി വില കുറച്ച് വാങ്ങിക്കുക, നല്ല വിലക്ക് വിൽക്കുക, നല്ല വിലക്ക് വിൽക്കുക. അതന്നെ കൂടുതൽ കാശ് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള ഒരു അതിന്റെ ഒരു മനഃശാസ്ത്രം കൺസ്യൂമറിസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു പരമ്പരാഗതമായ ഇതിൽ നിന്ന് മാറി വേൾഡ് മാർക്കറ്റിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ജനം അങ്ങനെയല്ലല്ലോ. ജനങ്ങളുടെ കൺസ്യൂമർസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലാണ്. ഇപ്പോൾ ലോ കോസ്റ്റ്, യൂസ് ആൻഡ് ത്രോ, അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി ഇപ്പോൾ നമ്മളുടെ ഫാമിലി തന്നെ വർഷങ്ങളായുള്ള കൈമറിഞ്ഞ കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടല്ലോ. അതേസമയം ഇന്ന് വാങ്ങുന്നൊരു സാധനം ഇപ്പോൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട് നമ്മൾ, അല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ ആ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ആ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മളുടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അത് ഇന്ത്യയുടെ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യക്കാരൻ്റെ അവസ്ഥ മാറി. ക്വാളിറ്റിയിലുണ്ടാകുന്ന ഡിഫറൻസ് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ്. അപ്പോൾ മുത്തു, ഈ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന സാധനങ്ങളുടെ ഈ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി നന്നായി കുറയുന്നുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷിക്കേണ്ടത്, അല്ലേ? ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം ചൈനയിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. നല്ല സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ പ്രത്യേക ഒരു മാർക്കറ്റ് തന്നെയാണുള്ളത്. അതിന് വേറെ തന്നെ ഒരു മാർക്കറ്റ്, ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് സാധനത്തിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയിൽ. അത് ഏത് നഗരങ്ങളാണ്? അതിൽ കൂടുതലും ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്, ഡൽഹിയിൽ തന്നെ ചില ഭാഗങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷേ അതുപോലെ ബാംഗ്ലൂർ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരാണ് ഏറ്റവും നല്ല സാധനം. ഇപ്പം മലയാളികൾ തന്നെ ഇവിടുന്ന് ക്വാളിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രാൻഡൊക്കെ ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് ബാംഗ്ലൂർ, ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തിട്ട്. നമ്മൾ ക്വാളിറ്റി വേണ്ട എന്നൊന്നും മലയാളികൾക്കില്ല. പക്ഷേ നമ്മളുടെ ഒരു പ്രധാന വിഷയം ഒരു നമ്മളെ ബാർഗെയിനിങ് ആണ്. ഈ ബാർഗെയിനിങ് കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിറ്റേ പറ്റുള്ളൂ. അയാളുടെ അടുത്ത് വിറ്റ് പോയാലേ അയാൾക്ക് വല്ലതും കിട്ടുള്ളൂ. അപ്പം പിന്നെ ആ പ്രൈസിന് അയാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ അതിലും കുറച്ച് കിട്ടുമെന്ന് നോക്കും. അങ്ങനെയാണ് ഈ ഇത്തരം മാർക്കറ്റിലേക്ക് ഒരു ഗ്രേ മാർക്കറ്റിംഗ് പോലെ വില കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും വിൽക്കപ്പെടുന്നതൊക്കെ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ഉത്തരവാദി ബയറാണ്. അയാളിപ്പം ഒരു കറക്റ്റ് ഒരു സാധനത്തിന് ഒരു 100 രൂപ വിലയുണ്ടെങ്കിൽ അത് 90 രൂപയ്ക്ക് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ ക്വാളിറ്റിന്റെ വിഷയം വരുന്നത്. ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിപണിയിൽ എത്തുമ്പോൾ അത് ശരിക്കും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരം നിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും? അല്ല, അത് ആദ്യമേ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിന് മാത്രമേ. കാരണം നമ്മൾ ഭൗതികമായി നമുക്ക് ആ തിരിച്ചറിവുള്ളവരാണ്. നമ്മൾ ഈ ബാർഗെയിനിങ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ എൻജോയ് ചെയ്യുന്നതിൽ ലോകത്തിൽ മുമ്പ് നിൽക്കുന്നവർ തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് വില കൊടുത്ത് വാങ്ങാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ പ്രോഡക്റ്റ് എൻജോയ് ചെയ്യുന്നതിലും നമുക്ക് വേണ്ടുന്ന സ്പെക്കിൽ കിട്ടുന്നതിലും നമ്മളത് ഷാർട്ടിങ് കാണിക്കുകയും നമുക്കത് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റിങ്ങിനെ നിൽക്കുന്നതെന്നുള്ളത്, അത് നമ്മൾ ഈ വേൾഡ് വൈഡ് പ്രോഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്തതും ഉണ്ടാക്കിയതും വിറ്റതും ഒക്കെ ഇന്ത്യക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ കേരളക്കാരും തന്നെയാണ്. അപ്പോൾ ബിസിനസിന്റെ സ്ട്രാറ്റജി മുഴുവൻ പഠിച്ചവരാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഈ നാടിന്റെ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ പറയുന്ന സംരംഭങ്ങളും വ്യവസായങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകൾ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. മൈഗ്രേഷൻ ഈ സ്റ്റഡി പർപ്പസിന് പോകുന്ന മൈഗ്രേഷൻ അല്ലാതെ ബാക്കിയുള്ള ഇവരെ പോലുള്ള എക്സ്പേർട്സുകൾ ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൂടെ നാട്ടിൽ വരണമെന്ന് തന്നെയാണ്. ചോദിച്ചു നോക്കാം, മുത്തു അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പം ആലോചിക്കുന്നുണ്ട്. ചൈനയുടെ ഒരു ബിസിനസ് വളരെ കുറഞ്ഞു വരികയാണ്. ഇന്ത്യ അതേ സ്ഥാനത്ത് ഇന്ത്യയാണ് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തത്. ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ്, ഇപ്പം ബഷീർക്ക് പറഞ്ഞല്ലോ,
മുന്നേ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആൾക്കാർ മൊത്തമായിട്ട് ചൈനയിൽ നിന്നായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. ഈവൺ ഈ നമ്മൾ സിറാമിക്സ് ഐറ്റം കാര്യം അവരിപ്പോൾ എല്ലാവരും ഇന്നിപ്പം ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സെറാമിക് ഒരു സംഭവം മാറി അല്ലേ? മാറി കൃത്യം. പക്ഷെ ഇപ്പോഴും ജനങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമില്ലല്ലോ. ജനങ്ങൾ ഇപ്പോഴും ചൈന എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയല്ലേ പോകുന്നത്? മാറ്റമുണ്ട്, ഭയങ്കരമായിട്ട് മാറ്റം. അത് നമുക്ക് അവിടെ അറിയാം. നമുക്ക് ഓരോ പർച്ചേസ് നമുക്ക് വരുന്ന ആൾക്കാരെ അറിയാം, അവർ പർച്ചേസ് ചെയ്യുന്ന അറിയാം. പക്ഷെ അതിന്റെ ഒരു ഇത് നമുക്ക് വേരിയേഷൻ നമുക്ക് ഡിഫറൻസ്. ഈ ചൈനയിൽ നിന്ന് വേറെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇപ്പം ഈ ഫ്ലുവൻ്റ് ആയിട്ട് സാധനങ്ങൾ ഇങ്ങനെ നല്ല ഫ്ലോ ഉള്ള ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? മെയിൻലി മിഡിൽ ഈസ്റ്റിലാണ് കൂടുതൽ പോകുന്നത്. പിന്നെ അമേരിക്കയിലായാലും ഫ്രാൻസ് എല്ലാ രാജ്യത്തിലും ഒരു സാധനം ഉണ്ടാക്കുന്നത് അവരുടെ ക്വാളിറ്റിക്കും അവരുടെ ഇതിനും വെച്ചതനുസരിച്ച് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്ത്യൻ്റെ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ ഇപ്പം നമുക്കിപ്പം ലൈറ്റിങ്ങിനായാലും ടോയ്സിനായി കഴിഞ്ഞാലും ഇപ്പം ചെരുപ്പിന് പോലും BIS വന്നു. ആ BIS വരുമ്പം ആ സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം പ്രൈസ് വൈസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ചൈന പ്രൈസ് കുറച്ച് കൂടുന്നുണ്ട്. തന്നെ പണി തുടങ്ങും. ഈ BIS വന്നതിന് ശേഷം ഇപ്പോൾ ടോയ്സ് തന്നെ ഇപ്പോൾ ഒരുപാട് ചെന്നൈയിലൊക്കെ വലിയ വലിയ ഫാക്ടറികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മുന്നേ അവരെല്ലാം ചൈനയിൽ നിന്ന് സ്പെയർ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുക അങ്ങനെ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ മാറിക്കൊണ്ട് ചെന്നൈയിൽ വലിയ ഫാക്ടറി നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയുണ്ട്. ആ രീതിയിൽ മാറിയിട്ടുണ്ട്. എന്താ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു? അതെ, ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ LED-യുടെ ധാരാളം ഫാക്ടറികൾ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്, അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ പല ഭാഗത്തും വന്നിട്ടുണ്ട്, ചെന്നൈയിൽ വന്നിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ അവരിപ്പോഴും എടുത്തു തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പ്രൈസ് ഒരു ഘടകമായിരിക്കാം. ഇപ്പോൾ പിന്നെ ചൈനയിൽ നിന്ന് ഇപ്പോഴും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ GCC മാർക്കറ്റുകളിലെല്ലാം തന്നെ പ്രൈസിങ് നമ്മളെ ഇവിടുത്തെ ഇന്ത്യൻ പ്രൊഡക്ട്സുമായിട്ട് ഇപ്പോഴും മാച്ച് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് ഈ LED അങ്ങനത്തെ ലൈറ്റിംഗ് ഐറ്റംസിൽ വേണ്ടത്ര പുരോഗമനം നേടി വരുന്നേ ഉള്ളൂ. അത് കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് തോന്നുന്നത്. പക്ഷേ ഇന്ത്യൻ്റെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളും എല്ലാ കമ്പനികളും ഒരു 80% ഈ ഇപ്പം മുത്തു നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ഇതിൻ്റെ പാർട്സൊക്കെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമുക്കിപ്പം അറിയാം, ഇപ്പം ലോയ്ഡ് എന്ന് പറഞ്ഞ ഹാവൽസിൻ്റെ AC അവരുടെ ഇപ്പം പുതിയ പ്ലാന്റ് ഇപ്പം സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഒരു AC ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ അത്രയും വലിയൊരു പ്ലാന്റിൽ അവരുടെ മാൻ പവർ എന്ന് പറയുന്നത് ആകെ 2-3 പേരാണ്. ഒരു അറ്റത്തു നിന്ന് തുടങ്ങി ഒരറ്റം പെട്ടിയിലിട്ട് വന്നോളൂ. നമ്മൾ പാക്ക് ചെയ്ത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടറി വന്നിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പുതിയ. അതുപോലെ ലോകോത്തര ഫാക്ടറികൾ ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പം പല ഫാക്ടറികളിലും ഞാനിപ്പോൾ ഹാവൽസിൻ്റെ തന്നെ മോട്ടോർ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. അവരൊരു ഇറ്റാലിയൻ കമ്പനിയായിട്ട് ടൈപ്പായിട്ട് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, അതായത് ലോകത്തിൽ ഏറ്റവും നല്ല മോട്ടോർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുന്നു, അല്ലെ അതിലും ഒരു പണത്തൂക്കം മുന്നിലുണ്ടാക്കുന്നു. അത്രയും നല്ല മാനുഫാക്ചറിങ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസിൽ കുറേ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ പിന്നെ ഇമ്പോർട്ട് ചെയ്ത് മാത്രം വിറ്റുകൊണ്ടിരുന്ന പല സാധനങ്ങളും നമ്മളിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പമ്പ് സെറ്റ് പോലത്തെ AC, ഞാനിപ്പോൾ എയർ കണ്ടീഷണറിൻ്റെ പോലെ എയർ കണ്ടീഷണറൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷം, ഒരു 6 വർഷം മുന്നേ ഒരു 99% വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നുള്ളൂ. എല്ലാം പുറത്ത്. ഫാക്ടറികൾ അവിടെ AC ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികൾ ഇന്ത്യയിലെ വലിയ ബ്രാൻഡുകൾ. നമുക്ക് മുത്തുവിനോടൊന്ന് ചോദിക്കാം. മുത്തു, ഈ ചൈനയിലെ മാർക്കറ്റുകളുടെ സ്വഭാവം എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടുന്ന് ആളുകൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെ എവിടുന്ന് സാധനങ്ങൾ, നിങ്ങൾ അതിൻ്റെ ഒരു റൂട്ട്, നിങ്ങളിപ്പോൾ ഈ ഒരാൾ വന്ന് നിങ്ങളെ സമീപിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു രീതി എന്താണ്? അവിടെ ഓരോന്നിനും ഓരോ മാർക്കറ്റാണ്. ഇപ്പം ലൈറ്റിംഗ് ആണെങ്കിൽ ലൈറ്റിങ്ങിനായിട്ട് ഒരു മാർക്കറ്റ്, ഫർണിച്ചറിനാണെങ്കിൽ ഫർണിച്ചറിനായിട്ട് ഒരു മാർക്കറ്റ്. അത് ഏക്കർ കണക്കിനാണ് അതിങ്ങനെ പരന്ന് കിടക്കുന്നത്. ഷോറൂമുകളൊക്കെ അടുത്തടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. ഫർണിച്ചറിനായിട്ടൊരു മാർക്കറ്റ്, ടൈൽസിനായിട്ടൊരു മാർക്കറ്റ്, അങ്ങനെ ഓരോന്നിനും ഈ ഓരോന്നിനും ഓരോ മാർക്കറ്റായിട്ട് അവർ ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ അവിടെ വേറൊരു മാർക്കറ്റുണ്ട്, ഈവു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റുണ്ട്. ഈവു മാർക്കറ്റിൽ ഏത് സാധനവും നമുക്ക് പോയ ആ സമയത്തിന് നമുക്കത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ട്. ഓൾറെഡി സാധനം അവിടെ റെഡി ആയിരിക്കും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കുറഞ്ഞ ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. അവിടെയാണ് ഈ മിഡിൽ ഈസ്റ്റിലും ഈ ആഫ്രിക്കക്കാരൊക്കെ. അല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ സാധനങ്ങൾ ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്നാണ് കേരളത്തിൽ എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അല്ല, ആഫ്രിക്ക മാർക്കറ്റും കൂടി അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും കൂടി അവർക്ക് വെച്ച് അവിടെ സെയിൽ ചെയ്തേ പറ്റുള്ളൂ. അല്ല, പൊതുവേ മലയാളികളുടെ ഒരു തിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയാണ് കിട്ടും. ഏറ്റവും കൂടുതൽ ചീപ്പ് സാധനം ദുബായിലേക്കാണ് നമ്മൾ അതൊരു തെറ്റിദ്ധാരണയാണ്. അതേ സമയത്ത് അതിൽ നമ്മൾ അയക്കുന്നതായിട്ട് നമുക്കറിയാം.
അതെ, മലയാളിയെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതായത് ചോദിച്ചു. നമുക്ക് അയക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ ദുബായിൽ നല്ല സാധനം കിട്ടാനുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് അയക്കുന്നുണ്ട് നമുക്കറിയാം. ജനറൽ മാർക്കറ്റിൽ ഈ സാധനങ്ങളെല്ലാം അങ്ങനെ വലിയ ക്വാളിറ്റിയിലല്ല വരുന്നത്. അതെ അതെ, ഹോൾസെയിൽ മാർക്കറ്റിൽ ഹോൾസെയിൽ മാർക്കറ്റിലെ കാര്യം പറഞ്ഞു. പ്രശ്നം തന്നെയാണ്. ഓരോന്നിനും ഓരോ. ഇപ്പം നമ്മളിപ്പം ബഷീർക്ക നമ്മളെടുത്ത് പറയുന്നത് എനിക്ക് അപ്പം നമ്മൾ ചോദിക്കും എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ്, ഏതെല്ലാം പ്രോഡക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമുക്കൊരു ചിത്രം തരും. അപ്പോൾ ഇവർക്ക് ലൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഫർണിച്ചറാണ്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് ടൈൽസും അതേപോലെ തന്നെ ഗ്രാനൈറ്റുമാണ്. നമ്മൾ ആ മാർക്കറ്റിലേക്കേ പോകുള്ളൂ. അവിടുത്തെ വിസയുടെ സ്വഭാവം എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത്? ഇന്ത്യക്കാർക്ക് വിസ ചെറിയ ക്ലാഷ് ഉണ്ടല്ലോ. അപ്പോൾ ക്ലാഷ് ചൈനയിൽ അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല. അവർ എങ്ങനെയാ വിസയുടെ സ്വഭാവം എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളൊക്കെ പെർമനന്റ് എങ്ങനെയാണ് വിസയുടെ സ്വഭാവം? വിസ എനിക്ക് ഞാൻ അവിടെ കല്യാണം കഴിച്ചു. എൻ്റെ വൈഫ് അവിടെ ചൈനക്കാരിയാണ്. ഒരു ചൈനക്കാരൻ തന്നെയാണോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അവിടെ എങ്ങനെയാ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്? ജീവിത പങ്കാളി അങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയ. പ്രണയമായിരുന്നോ? പ്രണയം എന്നൊന്നും പറയണ്ട. പ്രണയം. എന്താണ് ജീവിത പങ്കാളിയുടെ പേര്? നമ്മൾ ഇംഗ്ലീഷിൽ റോസ എന്നാണ് വിളിക്കുക. ചൈനീസ് പേര് അങ്ങനെയല്ല. ചൈനീസ് പേര് ഹൂ ഷാങ് ഷ്യാങ് എന്നാണ്. ഹൂ ഷാങ് ഷ്യാങ്. കുട്ടികള്? ഒരു മോൻ. എന്താ പേര്? അവന്റെ പേര് ഹൂസ്. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടോ? എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 പ്രാവശ്യം. മലയാളം അറിയോ? ഇല്ല, മലയാളം അറിയില്ല. അറിയില്ല. നിങ്ങൾക്ക് ചൈന അറിയോ? ഞാൻ ചൈന അറിഞ്ഞാലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അവിടെ തന്നെ സിറ്റിസൺഷിപ്പായി. സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ ഇത് എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അവിടുത്തെ റെസിഡന്റ് ആണ്. ഞാൻ റെസിഡന്റ്. റെസിഡന്റ് വിസ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ അവിടെ? കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ ജോലിക്ക് ആൾ ഇന്ത്യക്കാർ എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ജോലിക്കാർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവന് ഒരു ട്രാൻസ്ലേറ്റർ വെക്കണം. എന്നാലും മാത്രമേ ഒരാൾക്ക് അവിടെ പണിയൊക്കെ വെക്കാൻ പറ്റും. ഇംഗ്ലീഷ് കൊണ്ടൊന്നും കാര്യമില്ല. അവന് ചൈനീസും ഇംഗ്ലീഷും വരുന്ന ട്രാൻസ്ലേറ്ററും കൂടി വേണം. എന്നാലും മാത്രമേ ഒരാളെ വെക്കാൻ പറ്റൂ. അപ്പൊ അവിടുത്തെ തന്നെയാണ് ജോലി. അവിടുത്തെ ഇന്ത്യക്കാർ പൊതുവെ അവിടെ ജോലിക്ക് നിൽക്കാറില്ല. ഇല്ല. എല്ലാവരും സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളായിട്ട്. സ്റ്റുഡൻസ് അവരവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർ ആ ലെവലിലാണ് കാര്യങ്ങൾ. പിന്നെ ഇന്ത്യക്കാർക്ക് അവരെ പണിയെടുക്കാൻ പറ്റില്ല. അവര് ഈ ചൈനക്കാർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ വർക്കിന്റെ രീതി. വർക്ക് അവര് ഒരു സംഭവം കൊടുത്ത് അതിൽ അവർ ഭയങ്കരമായി ഡെഡിക്കേറ്റ് ചെയ്ത് ആ സാധനങ്ങൾ ഉണ്ടാക്കി അതിനു വേണ്ടി അവരങ്ങോട്ട് മെനക്കെട്ട് ചെയ്യും. അവിടുത്തെ എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം? അവിടെ ശരിക്കും ഇപ്പോൾ നമ്മളെ മാതിരി കാലത്ത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചക്ക് 12 മണിക്ക് ലഞ്ച് ഇന്റർവെല്ലാണ്. 12 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം 2 മണിക്ക് ശേഷം 2 മണിക്ക് ജോലി എടുക്കും. 2 മണിക്ക് വന്നാൽ 6 മണി നമ്മൾക്ക്. അപ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ. 8 മണിക്കൂർ എല്ലാ മേഖലയിലും. കർശനം. അതിപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ റൂളാണ്. ഒരു 4-5 വർഷമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന റൂളാണ്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നേ ഇവരെല്ലാവരും ഫുൾ ടൈം പണിയെടുക്കും. പക്ഷെ ഇവർ ഓവർ ടൈമും ചെയ്യും. വ്യക്തി സ്വാതന്ത്ര്യം എങ്ങനെയുണ്ട്? വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് കാണാൻ അങ്ങനെ നമ്മളിവിടെ നാട്ടിൽ പറയുന്ന മാതിരിയുള്ള കർക്കശമൊന്നുമില്ല. ഗവൺമെന്റ് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആണെങ്കിലും ആളുകളൊക്കെ ഫ്രീ ആണ്. അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം നാട്ടിൽ കണ്ടതും ചൈനയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ അവർ ഓരോ ആളും കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്ത് ആ പൈസ ഉണ്ടാക്കി അത് അവർ സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിൽ അവർ ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര പോകും. ചൈനക്കാരാണ് ഒരുപാട് സ്ഥലത്ത് യാത്ര പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് സിംഗപ്പൂരായി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റോറിയിൽ മുത്തു വരണം. എന്നാലേ ചൈന കഥകൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. യെസ് ബഷീർ, ഇപ്പോൾ അവിടെ പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും നമുക്ക് ഇന്ത്യയിൽ സ്വപ്നം കാണാൻ പറ്റും? കേരളത്തിൽ? അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ച പോലെ നമ്മളിപ്പോൾ ഇപ്പോൾ മുത്തു നിൽക്കുന്ന ആ സിറ്റി ലൈറ്റിങ്ങിൻ്റെ മാത്രം ഒരു സിറ്റിയാണ്. ഒരു വലിയൊരു സിറ്റി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 2004 ആദ്യമായിട്ട് പോകുമ്പോൾ വളരെ തുച്ഛമായ 1-2 സ്ഥാപനങ്ങളോ അല്ല 1-2 ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവിടെ നമ്മൾ പറയുകയാണെങ്കിൽ കൊച്ചിയേക്കാളും വലിയൊരു സിറ്റിയായി മാറിയിട്ടുണ്ട്. അത്ര വലിയ ബിൽഡിങ്ങുകൾ, അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, വലിയ വലിയ മോളുകൾ. ഇപ്പം മുത്തു സൂചിപ്പിച്ച പോലെ അവിടെയും മോളുകളിൽ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഏത് ലോകത്തിൽ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സാധനം ഒരു മോളിൽ കയറിയാൽ നമുക്ക് കാണാൻ കിട്ടും. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്ത്യയിൽ അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടുള്ളൂ. അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ വേണം. അത് ഒരു തരം സെൻട്രലൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചൈനയിൽ തന്നെ ഇപ്പോൾ എല്ലാ ലൈറ്റിങ്ങും കൂടി കിട്ടുന്ന ഒരു സിറ്റി ഗുച്ചൻ എന്ന് പറഞ്ഞ സിറ്റി മാത്രമാണ്. പിന്നെ ചില പ്രത്യേകം കാസ്റ്റഡ് ഐറ്റം അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന കുറച്ച് വേറെ സിറ്റികളുണ്ടെങ്കിലും ഹോൾ ചൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇന്ത്യയുടെ ഒരു 3 ഇരട്ടി വലുപ്പമുള്ള കൺട്രിയാണ്. ഏകദേശം ഇന്ത്യയെ പോലെ തന്നെ പോപ്പുലേഷനുള്ളതാണ്. ഇതാണ്. പക്ഷേ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അതിശയപ്പെടുത്തുന്ന വെച്ചാൽ ഇവിടെ ഇപ്പോഴും നമ്മൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവറെ കാണുള്ളൂ. അവിടെ ഒരു ഇലക്ട്രീഷ്യൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു പണിക്കാരൻ്റെ കയ്യിലോ സ്ക്രൂ ഡ്രൈവർ കാണില്ല. അവർക്ക് ഓട്ടോമാറ്റിക് സ്ക്രൂ ഡ്രൈവറാണ്. ഒന്ന് കുത്തുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഇവിടെ 5 മിനിറ്റ് എടുക്കുന്ന പണി അവർ തീർക്കും.
അതാണ് ആ ഓട്ടം. അവരുടെ സ്പീഡും അവരുടെ മെക്കനൈസ്ഡ് ആണ് ഒരുമാതിരി. അല്ല എന്തിലൊക്കെ മെക്കാനിസം അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിലാക്കാൻ പറ്റുന്നുള്ള രീതി. നമ്മളിവിടെ ഇപ്പോഴും ഒരു സാധാരണ ഒരു കാർപ്പൻ്റർ എടുത്തു കഴിഞ്ഞാൽ അയാൾക്കൊന്ന് വാളുകൊണ്ട് വലിക്കാതിരുന്നാൽ അയാൾക്ക് സമാധാനം കിട്ടില്ല. ഇത് ഒരു ക്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് എടുക്കുന്ന പണിക്ക് അയാൾ കുറേ എനർജി കളയണം, കുറേ സമയം കളയണം. അത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഇതിൻ്റെ ഭാഗമാണത്. ഇപ്പം നമ്മളിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരാൾ മേലെ പണിയെടുക്കുന്ന ഒരു ഏണിയെല്ലാം വെച്ചിട്ടാണ് എടുക്കുക. ഈ ഏണി പിടിച്ചു കൊടുക്കാനും മാറ്റി വെക്കാനും ഒരുത്തം വേണം. അവിടെ അത് വേണ്ട. അവർ തന്നെ ഈ ഏണിക്ക് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇവർ തന്നെ അതിങ്ങനെ കാലുകൊണ്ട് മാറ്റി 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 താങ്കളുടെ ഔദ്യോഗിക ജീവിതം വെച്ചിട്ടുള്ള നമ്മുടെ പുതിയ വ്യവസായം തുടങ്ങുക. ഇനി ജോലി എന്ന് പറയുന്നത് നിങ്ങൾ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, നമുക്ക് ജോലി എടുക്കുക, മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലം നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് കൊടുക്കാനുള്ള ഉപദേശം? ഇവിടെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് തന്നെയാണ് ഒരു അൾട്ടിമേറ്റ് എയിം മനുഷ്യനെ സംബന്ധിച്ചത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പക്ഷേ പ്രൈവറ്റൈസേഷന് കുറേ ഇടങ്ങളുണ്ട് അവിടെ. അപ്പോൾ അല്പം ചൂഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ വേൾഡ് വൈഡ് പ്രൊഡക്ഷനിലും പിന്നെ ഇൻഡസ്ട്രിയിലും വ്യാപാരത്തിലും നോക്കുമ്പോൾ ഇന്ത്യ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സ്കില്ലിങ്ങിലൂടെ നമ്മൾ പറഞ്ഞ 10 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലാത്തരം സ്കില്ലുകളിലൂടെയും കടന്നു പോകാൻ അവസരം എല്ലാ തലത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാഠ്യപദ്ധതിയിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായും ഇത് വളരെ വിപ്ലവാത്മക രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾക്ക് വരും. ഇന്ത്യ എന്ന ലെവലിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വേൾഡിന്റെ മുമ്പ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒന്നാമത്തെ രാഷ്ട്രമായിരിക്കും. അപ്പോൾ വലിയ ഒരു നല്ല രസമാണ് ഈ ചർച്ച കേട്ടപ്പോൾ. ഒരു കാര്യം പിടികിട്ടൂലേ, നമ്മൾ ചിരിക്കണമെങ്കിൽ ചിരി ക്ലബ്ബിൽ പോകണം മലയാളികൾക്ക്. കാരണം ചിരിക്കണമെങ്കിൽ ചിരി ക്ലബ്ബിൽ പോകേണ്ട. ചിരി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുറേ ക്ലബ്ബുണ്ട് നാട്ടിലിപ്പോൾ. ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലബ്ബിൽ പോകേണ്ട അവസ്ഥയുള്ളവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ ഈ ചർച്ചയിൽ ഒരു കാര്യം ബോധ്യപ്പെടുന്നത്, നിങ്ങൾ ആദ്യം സന്തോഷവാന്മാരായിരിക്കുക എന്നത് തന്നെയാണ് മർമ്മപ്രധാനം. ജീവിക്കുന്ന ഓരോ നിമിഷവും ഹാപ്പി ആയിരിക്കുക. അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുത്തൻ ഹാപ്പി ആയിരുന്ന തൊട്ടടുത്തുള്ള സുഹൃത്തിന് ഉടൻ വിരിക്കുക, ഇവന് ഭ്രാന്തായി പോയത് ഇരിക്കുക. അപ്പോൾ മാറണം നമ്മൾ. പിന്നെ ഇവരെല്ലാം പറഞ്ഞൊരു കാര്യം, പ്രാഥമിക വിദ്യാഭ്യാസ കാലം മുതൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ച് എടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതെല്ലാവരും പൊതുസമൂഹത്തിൽ അങ്ങനെ ബോധം ഉണ്ടാകണം. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞിരുന്നു, +2 കഴിഞ്ഞവന് റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന് അവൻ പഠിക്കില്ല, മദ്യപിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് അവൻ അറിയില്ല, ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ പഠിക്കുന്നില്ല. ഇതെല്ലാം പഠിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ സ്വയം പര്യാപ്തം ഒരു +2 കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ മുത്തു പറഞ്ഞല്ലോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, അവനത് 4ാം ക്ലാസ്സിൽ തന്നെ ഈ ബാറ്ററി ഉപയോഗിച്ചുള്ള പണി തുടങ്ങി. അപ്പോൾ നമുക്കും തുടങ്ങണം അങ്ങനെ ഒരു പാഠ്യപദ്ധതി. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥർ അവരാ രീതിയിലുള്ള ഒരു ചിന്തയ്ക്ക് തുടക്കം കുറിക്കണം. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ എങ്ങനെ ഒരു സ്വയം പര്യാപ്തമായ രീതിയിലേക്ക് സ്വന്തം, ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കി ചൈനയിലേക്ക് കയറ്റി അയക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ നിലയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. കുറേ കാര്യങ്ങൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക്, ബോധത്തിലേക്ക് സമൂഹത്തെയും നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും എത്തിക്കുക എന്നുള്ളതാണ് നേർരേഖയുടെ ഈ എപ്പിസോഡിൻ്റെ ഒരു ശ്രമം. ചെറിയൊരു ശ്രമമാണ്. അത് എവിടെയെങ്കിലുമൊക്കെ കൊള്ളട്ടെ. കാരണം ഞങ്ങൾക്കങ്ങനെ പറയാൻ പറ്റും. കാരണം കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അഭിമുഖം നടത്തിയത് 15 വർഷം മുമ്പ് കണ്ണൂർ വിഷൻ നേർരേഖയിലാണ്. അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ആ പരിസരത്തുള്ളവർ മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇന്ന് എല്ലാ ചാനലിലും വാർത്ത വായിക്കാൻ പോലും ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേർരേഖ ഈ എപ്പിസോഡിൽ പറയുന്നു, തുടങ്ങണം ഒന്നിൽ നിന്ന്. നമ്മുടെ മക്കളെ സ്വയം പര്യാപ്തതയിലേക്ക്, ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ, പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാകട്ടെ ഈ ചർച്ച എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.